Question number 10. Let f from R to open interval 0 infinity be a twice differentiable function such that f of 3 is equal to 18, f dash of 3 equal to 0, and f double dash of 3 is equal to 4. Then limit x tends to 1, logarithm of f of 2 plus x divided by f of 3 the whole raised to 18 divided by x minus 1 the whole square is equal to. അപ്പോൾ ശരിക്കും ഇത് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. തന്നിരിക്കുന്ന ലിമിറ്റ് നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ലോഗരിതം ഓഫ്, ബാക്കിയൊക്കെ ആ ലോഗിനുള്ളിൽ അല്ലെ, എഫ് ഓഫ് 2 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് 3 ദ ഹോൾ റൈസ് ടു 18 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ശരിയാണല്ലോ? വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിയ മക്കളെ, ഇവിടെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത് ഒരു ലോഗരിതമിക് ഫംഗ്ഷൻ്റെയാണ്. ശരിയാണല്ലോ? ലോഗ് ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ലിമിറ്റിനെ നമുക്ക് ആ ലോഗിനുള്ളിലേക്ക് കയറ്റി വിടാം. ശരിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ലോഗരിതം ഓഫ് ലിമിറ്റിനെ നമുക്ക് ആ ലോഗിനുള്ളിലായിട്ട് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് 2 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് 3 the whole raised to 18 divided by x minus 1 the whole square. നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ അല്ലെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ അവിടെ നിങ്ങൾക്ക് 1 റൈസ് ടു ഇൻഫിനിറ്റി വരുന്നതായിട്ട് കാണാൻ പറ്റും. ശരിയല്ലേ? എക്സിന് 1 കൊടുത്താൽ എഫ് ഓഫ് 2 പ്ലസ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് 2 പ്ലസ് 1 എഫ് ഓഫ് 3 ആകും. സോ എഫ് ഓഫ് 3 ബൈ എഫ് ഓഫ് 3 എന്നുള്ളത് 1 ആകും. അതുപോലെ പവർ എന്നുള്ളത് 18 ഡിവൈഡഡ് ബൈ 0 എന്നാകത്തില്ലേ, അതായത് ഇൻഫിനിറ്റി എന്ന് വരും. 1 റൈസ് ടു ഇൻഫിനിറ്റി എന്നാണ് വരുന്നത്. അങ്ങനെ 1 റൈസ് ടു ഇൻഫിനിറ്റി എന്ന് വന്നാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ എഴുതാൻ അറിയാം. ശരിയാണല്ലോ? എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു ജി ഓഫ് എക്സ് അല്ലെ. അപ്പൊ ഇത് 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോമിലേക്കാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാ മക്കളെ എഴുതുക? ഇ റൈസ് ടു അല്ലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ് ജനറൽ ആയിട്ട് പറയുക. അപ്പൊ ഇവിടെ എങ്ങനെയാ വരിക? എഫ് ഓഫ് 2 പ്ലസ് എക്സ് ബൈ എഫ് ഓഫ് 3 മൈനസ് 1 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്ത റിസൾട്ട് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു ജി ഓഫ് എക്സ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എക്സിന് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 റൈസ് ടു ഇൻഫിനിറ്റി എന്ന് വരുമെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതി വെക്കാം? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പൊ ഈ റിസൾട്ട് ആണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് ക്ലിയർ ആയല്ലോ? ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് 2 പ്ലസ് എക്സ് ബൈ എഫ് ഓഫ് 3 എന്നാ, ജി ഓഫ് എക്സിന് പകരം 18 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആ. മനസ്സിലായെന്ന് വിചാരിക്കണു. ഇംപ്ലൈസ് ഇസ് ഈക്വൽ ടു ലോഗും ഇയും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് രണ്ടും ക്യാൻസൽ ആകും അല്ലെ. ലോഗ് ഇ റൈസ് ടു എക്സ് എന്നുള്ളത് എക്സ് തന്നെയാണ്. അപ്പൊ ഇവിടെ ലോഗും ഇയും ചേർന്ന് വന്നതുകൊണ്ട് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് 2 പ്ലസ് എക്സ് ബൈ എഫ് ഓഫ് 3 മൈനസ് 1 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി അല്ലെ. ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, നമുക്കിവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ എഫ് ഓഫ് 2 പ്ലസ് എക്സ് മൈനസ് എഫ് ഓഫ് 3 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് 3 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. പക്ഷെ നോക്കിയേ മക്കളെ, എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 18 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 18ഉം എഫ് ഓഫ് 3യും എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. അപ്പൊ എനിക്ക് ഇവിടെ എന്താ കിട്ടുക? ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് 2 പ്ലസ് എക്സ് മൈനസ് എഫ് ഓഫ് 3 ഡിവൈഡഡ് ബൈ എഫ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. വീണ്ടും എക്സ് ടെൻസ് ടു 1 എന്നായതുകൊണ്ട് എക്സിന് നമുക്ക് 1 എന്ന് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ലിമിറ്റ് കണ്ടുപിടിക്കാൻ. പക്ഷെ ഇവിടെ എക്സിന് 1 എന്ന് ഡയറക്റ്റ് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ന്യൂമറേറ്റർ എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 3 0 എന്ന് വരില്ലേ. ഡിനോമിനേറ്റർ 1 മൈനസ് 1 അതും 0 ആകത്തില്ലേ. 0/0 ഫോമിലാണ് വരുന്നത്. 0/0 ഫോമിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം, എൽ എച്ച് റൂൾ കൊടുക്കാം അല്ലെ. എന്താ എൽ എച്ച് റൂള്? ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക,
അതിനുശേഷം ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇതല്ലേ LH റൂള്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഡാഷ് ഓഫ് 2 പ്ലസ് എക്സ് മൈനസ് എഫ് ഓഫ് 3. അതൊരു കോൺസ്റ്റന്റ് അല്ലേ? എഫ് ഓഫ് 3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് എടുത്താൽ 0 വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. ഡെറിവേറ്റീവ് എടുത്താൽ 2 ഇൻറ്റു എക്സ് മൈനസ് 1 കിട്ടും. ശരിയല്ലേ? പക്ഷെ ഇപ്പോഴും നോക്കിയേ മക്കളെ, ഡയറക്റ്റ് ആയിട്ട് ഞാൻ എക്സിന് 1 കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് 3 ഡിവൈഡഡ് ബൈ 0 എന്നല്ലേ വരിക. എഫ് ഡാഷ് ഓഫ് 3യും 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ നമുക്ക് 0/0 എന്നല്ലേ കിട്ടുക. എഗെയിൻ 0/0 എന്ന് കിട്ടിയത് കൊണ്ട് ഒന്നുകൂടി നമുക്ക് LH റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 2 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുത്താൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടത്തില്ലേ. എന്താ എഫ് ഡബിൾ ഡാഷ് ഓഫ് 3? അത് 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ 4/2 ഈസ് ഈക്വൽ ടു 2. സോ 2 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഓപ്ഷൻ 3 ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.